സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, സർവശക്തനായ ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്നു. നീ ഞങ്ങളുടെ മോനെ പ്രകാശനെ സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തി വിവാഹാന്തസ്ഥയും കൈപിടിക്കുകയും ചെയ്യുന്നു. നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് സന്തോഷപൂർണ്ണമായ സമാധാനപരമായും മധുരതരമായും ഇവരുടെ വൈവാഹിക ജീവിതം വിജയപ്രദമാകുവാൻ്റെ കൃപാകടാക്ഷം എപ്പോഴും ഇവരുടെ മേലുണ്ടാകുന്നത് നിത്യപിതാമുതൽ നിത്യദാരണമായ സർവേശ്വരാകും. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാം മുത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ പരിപാലിക്കുന്നവന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻകൃപ ഞങ്ങൾ കേൾക്കണമേ. ഭാര്യമാരെ ഭർത്താവിനോട് എന്ന പോലെ ഭർത്താക്കന്മാരോട് നിങ്ങൾ വിധേയരായിരിക്കുവിൻ. കാരണം മിശിഹ തന്റെ ശരീരമായിരിക്കുന്ന സഭയുടെ ശിരസ്സും രക്ഷകനുമായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. സഭ മിശിഹയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് എല്ലാ കാര്യത്തിലും കീഴ്പ്പെട്ടിരിക്കട്ടെ. ഭർത്താക്കന്മാരെ മിശിഹ സഭയെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നു. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഒരു മനുഷ്യനും സ്വന്തം ശരീരത്തെ ഒരിക്കലും നിർബന്ധിക്കുന്നത്, മറിച്ച് അതിനെ കുറ്റപ്പെടുത്തുകയും പരിപാലിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതുപോലെ ആണ് മിശിഹ സഭയോടും പെരുമാറുന്നത്. കാരണം നാം അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്യും. ഇവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. ദാമ്പത്യ ജീവിതം മാത്രമുള്ളതാക്കി തീർക്കാൻ നീ കാനാലെ കല്യാണം വരുന്നു. സന്നിഹിതനായ വെള്ളം വീഞ്ഞാക്കി ദമ്പതികളോട് അഗാധ സ്നേഹം അറിയിച്ചിട്ടുണ്ട്. വിവാഹമായ നിങ്ങൾക്ക് നിൽക്കുന്ന പ്രകാശിന്റെ ഭക്ഷിക്കുവാൻ പോകുന്ന ഈ ആഹാരങ്ങളെ ആശീർവദിക്കുന്നത്. ഈ വസ്തുവിന്റെ മാധുര്യം പോലെ എന്നും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മാധുര്യമുള്ളതാക്കിയിട്ടുണ്ട്. ഇവരുടെ മാധുര്യപൂർവമായ പ്രവർത്തനങ്ങൾ വഴി ധാരാളം പേർ ഇവർക്ക് സുഹൃത്തുക്കളും സഹായങ്ങളുമാണ് ഉണ്ടാകുന്നത്. ഇവരെ ആവർത്തിക്കുന്ന വിനയവും സൗമ്യതയും ശാന്തിയും കാരുണ്യവും ഇവരുടെ കുടുംബജീവിതം മാധുര്യപരമായി തീർക്കാനും ഇതിന്റെ സ്നേഹമാധുര്യം അനുഭവിക്കാനും ഇതിനെ യോഗ്യരാക്കണം. കാരുണ്യം നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി ഇന്ന് സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി ഇന്ന് കർത്താവേ, നാളെ വിവാഹാന്തത്തിൽ പ്രവേശിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരന് മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സഹോദരന് ഇപ്പോൾ അനുഭവിച്ച മധുരഭോജ്യം പോലെ എന്നും ഇവരുടെ ദാമ്പത്യ ജീവിതം മാതൃകകളായ തീരുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ വിശ്വസ്തയിലും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും എന്നും ഇവർ ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണമായ ജീവിതം വഴി പരസ്പരം ആശ്രയിക്കുവാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് വഴി
വെളിപ്പെടാതെയും പരസ്പരം വിശ്വസിക്കുവാനും കുടുംബജീവിതത്തിലെ ക്ലേശങ്ങൾ പരസ്പരം സഹിച്ച് ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കുവാൻ ഈ ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ തന്നെയാണല്ലോ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചതും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനും പരസ്പര സഹായത്തിനുമായി അവരെ തമ്മിൽ യോജിപ്പിച്ചതും നാളെ മുതൽ ഒരു പുതിയ കുടുംബജീവിതം ആരംഭിക്കുവാൻ പോകുന്ന ഞങ്ങളുടെ സഹോദരിക്കും നിന്റെ ഇഷ്ടമനുസരിച്ച് സ്നേഹത്തിനും സന്തോഷത്തിനും പരസ്പര വിശ്വാസത്തിലും നിനക്ക് പ്രതികരമായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിന്നിൽ ലഭിച്ച് അവയ്ക്ക് പരിഹാരം കാണുവാനും അങ്ങനെ ജീവിതം മാതൃകമുള്ളതാക്കി ഏവർക്കും മാതൃകാപരമായ ദാമ്പത്യ ജീവിതം നയിക്കുവാനും ഇവരെ നിന്റെ തൃക്കരത്താൽ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സർവ്വത്തിനെ നാഥാം എന്നേക്കും. വീഡിയോ പറ്റത്തില്ല, ഫോട്ടോ എടുക്കണം. പേപ്പറിൽ കൊടുക്കണത് പറയരുത്, പത്രത്തിൽ കൊടുക്കണത് പറ എടുത്തു. മൂന്നാമത് ചോദിച്ചതാ കേട്ടത്. ആ ജില്ലയിലറിയാം അവന് കഴിക്കാൻ, അവന് കഴിക്കാൻ. രണ്ടാമത്തെ പ്രാവശ്യം അന്നേരം കഴിച്ചാൽ മതി. അത് മുഴുവനും കൊടുക്കണം, അത് മുഴുവനും കൂടെ എടുത്ത് കൊടുക്കാൻ. അതെന്നെ നമ്മളോട് വേണമെന്ന് ചോദിക്കില്ല. ആളിപ്പിനെടുത്തു ചെറുക്കം മധുരം കഴിച്ചതിന്റെ ആ ഒരു അവനത് കുടിച്ചു. അവനത് കുടിച്ചു. എടുത്തോളാം, എടുത്തോളാം, എടുത്തോളാം. ഇത് പോസ്റ്റിലെടുക്കല്ല, ഇതാ പോസ്റ്റിൽ. അത് പോസ്റ്റിലെടുക്കണ്ട. ഇല്ല
നിന്റെ പറയും എങ്ങനെ പറയും കാണിക്കണ്ട എന്റെ എല്ലാവരും ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ അമ്പാടിയല്ല പാമ്പാടി ഇത് അമ്പാടി അത് പാമ്പാടി കുഴപ്പമില്ല ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പഴത്തിന്റെ മുകളിൽ പഞ്ചസാര നീ അത് ചെയ്തോ നീ പക്ഷേ രണ്ടും കൂടെ എളുപ്പത്തിൽ ക്രിയ ചെയ്തു ഇതിന് ശേഷമുള്ളതായിരുന്നു ബാക്കി തിരക്കഥല്ലോ ഒക്കെ അമേരിക്കയിലൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു, ഇന്ത്യക്ക് പുറത്തൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഇവിടെ ആരും ഇവിടെ തിയേറ്റർ ഒന്നും കിട്ടില്ല. എല്ലാ കളിപ്പാടും നട്ടിട്ടാണ് അത്ര വെട്ടിയെടുത്തു. ഇനിയിപ്പോ ഫോട്ടോ ഓടി വന്ന് എടുക്കുന്നു.